തനിയൊരുവൻ എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു സിനിമ ഉണ്ട്, നമ്മളെ ജയം രവിന്റെ. ആ സിനിമയില് കാണിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. അതായത് ഒരു നമ്മളെ നാട്ടിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കവർച്ചാശ്രമത്തിന്റെ ഇടയിൽ ഒരാൾ മരിച്ചാൽ പോലും അത് രാഷ്ട്രീയപരമായിട്ടുള്ള ചിലപ്പോ ഒരു നീക്കുപോക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളേക്കാരം ആ സിനിമയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും വെച്ചിട്ട് നമ്മളെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്താൽ ഈ നടക്കുന്ന കോൺട്രവേഴ്സി ഒക്കെ ചിലത് മറക്കാനാണോ എന്നുള്ളതും തോന്നുന്നുണ്ട്. അതായത് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്, ഒരു തഹസിൽദാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യണം. എങ്ങനെ വെച്ചാല് ആ തഹസിൽദാറിന്റെ വില്ലേജ് ഓഫീസറോ അങ്ങനെ എന്തോ ആരാണ് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വില്ലന്മാര് ചെയ്യണം എന്താ വെച്ചാല് അയാളെ ഭാര്യന്റെ മാല പൊട്ടിക്കും. അപ്പൊ ഭാര്യന്റെ മാല പൊട്ടിക്കുമ്പോ ഇയാൾ അപ്പുറത്തുണ്ടാവും, സാധനം വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ പോണ സമയത്താണ്. അപ്പൊ ഇയാളെ ഓടി വന്നിട്ട് ഈ മാല പൊട്ടിക്കണ വില്ലനെ പിടിക്കാണ്ട് തള്ളിയിടും. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഇടയ്ക്ക് ഇയാളെ ബാക്കിയുള്ള വില്ലന്മാര് എന്ത് ചെയ്യും, കുത്തിയാണ്ട് കൊലപ്പെടുത്തും. അപ്പൊ സ്വാഭാവികമായിട്ടും കേസ് വരുമ്പോ എങ്ങനെ വരിക, മാനമോഷണത്തിന്റെ ഇടയിൽ പിന്നെ ഇയാള് മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കണ എന്താ വെച്ചാല് ഇയാള് ആ സ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞാല് വില്ലന്മാരായിട്ടുള്ള ഈ കൊന്ന ആൾക്കാരല്ല, വേറെ പല ആൾക്കാർക്കും പല നഷ്ടങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ മാലമോഷണം പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സിനിമ ഇറങ്ങിയതിനു ശേഷം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളും കോറിലേറ്റ് ചെയ്യാൻ തോന്നും. ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ എനിക്ക് ഈ നമ്മളെ ആശാ വർക്കർമാരെ സമരവും പിന്നെ അതേമാതിരി ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മളെ നികുതികളൊക്കെ കൂടുകയാണ്. നികുതികള് പറഞ്ഞാല് എല്ലാതരം നികുതികളും, ഭൂനികുതി, മറ്റുള്ള സംഭവങ്ങള്, അതേമാതിരി ബാങ്ക് ബാലൻസിന്റെ കാര്യത്തില് ബാങ്കുകൾ കുറെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നികുതിയും പൈസ ഒക്കെ കൂടുകയാണ്. അതിന്റെ ചാർജും കാര്യങ്ങളും, വെള്ളക്കാരും വാട്ടർക്കാരും ഒക്കെ കൂടുകയാണ്. അപ്പം പക്ഷെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു അനാവശ്യ കാര്യമാണ്. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരാളൊരു സിനിമ ഇറക്കണേ, അതിനെ കുറെ പിന്നെ എന്താ പറയാ ആൾക്കാർ എതിർക്കുന്നു. അത് ചർച്ച ചെയ്താണ്ട് സമൂഹം താഴെ തിരിഞ്ഞു നിൽക്കണ്. അപ്പോ എനിക്കിങ്ങനെ ഈ ഒരു വിഷയത്തിൽ പല ആംഗിളിൽ